അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ, മറ്റു സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ, ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുള്ള വനിതകളുടെ പ്രാതിനിധ്യത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വനിതാ നിയമങ്ങൾ, വനിതാ പ്രാതിനിധ്യങ്ങൾ, ഇന്ത്യ, അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാന്നറിയാമോ? കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാ? കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ സാധന സക്സേന നായർ. ഓക്കെ, കരസേനയുടെ മെഡിക്കൽ സർവീസിലെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധന സക്സേന നായർ എന്ന പോയിന്റ് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ രാഷ്ട്രപതി, അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. കരസേന മെഡിക്കൽ സർവീസിലെ വനിത, ആദ്യത്തെ വനിത കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു വനിതാ ഡയറക്ടർ ജനറൽ കരസേനയിൽ മെഡിക്കൽ ഓഫീസർ ആവുന്നത്. സാധന സക്സേന നായർ. ഇന്ത്യയുടെ രാഷ്ട്രപതി, 15ാമത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെബിയുടെ ചെയർപേഴ്സണായി വന്ന വനിത, നമുക്കറിയാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബോർഡാണ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെ. പ്രത്യേകിച്ചും ലക്കി ഭാസ്കറും സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് സെബിയെ കുറിച്ചും ഇന്ത്യയുടെ ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ ആഗോള ചർച്ച നടക്കുന്ന സമയമാണ് അല്ലെ. യെസ്, അപ്പോ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, സിനിമയൊക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ആ ചോദ്യം ഇടുമ്പോ ഈ ചോദ്യമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. മാധവി പുരി ബച്ച് ഈ പദവിയിലെത്തുന്ന ആദ്യ വനിത കേട്ടോ. അപ്പോ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാധവി പുരി ബച്ച് എന്ന് പഠിച്ചു നോക്കാം. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് മാധവി പുരി ബച്ച് എന്ന് പഠിച്ചു നോക്കാം. നമ്മുടെ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ആരാണ്? വനിതകളെ നമ്മളൊന്ന് എടുത്തു പഠിക്കുക കേട്ടോ. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ആരാന്നറിയാമോ? ആര് കമന്റ് ചെയ്യും നോക്കട്ടെ. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ AG ഒലീന എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കരസേന സർവീസിലെ ആദ്യത്തെ മെഡിക്കൽ ഓഫീസർ ആരാണ്? മെഡിക്കൽ സർവീസിലെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ കരസേന സക്സേന എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സാധന സക്സേന നായർ. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെബിയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബച്ച്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AG ഒലീന എന്നും നോട്ട് ചെയ്തു നോക്കാം. AG ഒലീന. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ ആരാ? കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ മല്ലിക സാരാഭായ്. ഓക്കെ, യെസ്. അപ്പൊ അത്രയും പോയിന്റുകൾ അവിടെ പഠിച്ചു വെക്കാം കേട്ടോ. വനിതകൾ, വിവിധ മേഖലകളിലുള്ള വനിതാ പ്രാതിനിധ്യം ഒന്നുകൂടി എടുത്തു പഠിക്കും. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. ഇതിലെ പലതും സാധന സക്സേന നായർ നമ്മൾ പഠിച്ചതാണ്. ദ്രൗപദി മുർമു എല്ലാവർക്കും അറിയുന്നതാണ്. സെബിയുടെ ചെയർമാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. AG ഒലീനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മല്ലിക സാരാഭായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല സമയങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ വനിതകൾ എന്നുള്ള കാറ്റഗറിയിൽ നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പോ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടറാണ് AG ഒലീന എന്ന് നോട്ട് ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ, അപ്പൊ അതൊരു പോയിന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. അവിടെ സൈനിക മുന്നണിയിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ, കരസേനയിലെ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് ഫാത്തിമ വസീം എന്ന് നോട്ട് ചെയ്തു നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിനിൽ സൈനിക മുന്നണിയിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ കരസേനയിലെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തിമ വസീം എന്ന് പഠിച്ചു നോക്കാം. സിയാച്ചിനിൽ വിന്യസിക്കപ്പെട്ട ആദ്യത്തെ മെഡിക്കൽ ഓഫീസർ ആരാന്നറിയാമോ? അത് ക്യാപ്റ്റൻ ഗീതിക കൗറാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ഫാത്തിമ വസീം. എന്നാൽ സിയാച്ചിനിൽ വിന്യസിക്കപ്പെട്ട ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗർ എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. സൈനിക പോസ്റ്റിൽ ഓപ്പറേഷൻ
സൈനിക മുന്നണിയിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിതയായ വനിതയാണ് ഫാത്തിമ വസീം എങ്കിൽ സിയാച്ചിനിൽ ആദ്യമായി വിന്യസിച്ച വനിതാ മെഡിക്കൽ ഓഫീസർ ഫാത്തിമ വസീം അല്ല, ക്യാപ്റ്റൻ ഗീതിക കൗർ എന്ന് നോട്ട് ചെയ്തു. രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ഒന്ന്, നമ്മുടെ സൈനിക മുന്നണിയിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ വനിത, ആദ്യത്തെ വനിത മെഡിക്കൽ ഓഫീസർ. രണ്ട് മെഡിക്കൽ ഓഫീസർമാർ തന്നെയാണ്. ഒന്ന് നമ്മുടെ സൈനിക മുന്നണിയിൽ ഓപ്പറേഷൻ പോസ്റ്റിലാണ് മെഡിക്കൽ ഓഫീസർ. രണ്ടാമത്തത് വനിതാ മെഡിക്കൽ ഓഫീസർ ആദ്യമായി വിന്യസിക്കപ്പെട്ടത്. അത് നോട്ട് ചെയ്ത് വെക്കാം, ഗീതിക കൗർ കേട്ടോ. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതാ ഓഫീസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവ ചൗഹാൻ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ശിവ ചൗഹാൻ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോ 3 പോയിന്റുകൾ ഉണ്ട്. ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നന്നായി പഠിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓപ്ഷൻ കാണുമ്പോൾ. ആദ്യം പറഞ്ഞ 2 എണ്ണവും മെഡിക്കൽ ഓഫീസറാണ്. ഒന്ന് സൈനിക മുന്നണിയിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ മെഡിക്കൽ ഓഫീസർ ഫാത്തിമ വസീം. എന്നാൽ സിയാച്ചിനിൽ തന്നെ ആദ്യമായി വിന്യസിക്കപ്പെട്ട വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗറാണ്. ഇനി ഹിമാനിയിൽ നിയമിക്കപ്പെട്ട ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ആണ് ശിവ ചൗഹാൻ എന്നും നോട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമ്മളെ കരസേനയിലെ മെഡിക്കൽ വനിതാ ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധന സക്സേന നായർ. ഇന്ത്യയുടെ രാഷ്ട്രപതി നമ്മൾ പഠിച്ചു. സെബിയുടെ ചെയർപേഴ്സൺ നമ്മൾ പഠിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറെ പഠിച്ചു. അതുപോലെ തന്നെ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറെ നമ്മൾ പഠിച്ചു, വനിതയാണ്. പിന്നെ ഈ പറയുന്ന പോലെ സിയാച്ചിനുമായി ബന്ധപ്പെട്ട 3 പോയിന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? കേരള ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സാമൂഹിക നീതി വകുപ്പ് മന്ത്രി, രണ്ടും ഒരാളാണ്. ആരാണത്? പറയൂ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബിന്ദു എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ആർ ബിന്ദു. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബിന്ദു ആണ്. ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി, അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അല്ലെ. ശ്രീമതി വീണ ജോർജ്, മണ്ഡലം ആറന്മുള മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വീണ ജോർജ് ആണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഇനി മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ആരാ? ചിഞ്ചുറാണിയാണ്. ചടയമംഗലത്തിൽ നിന്നാണ് വിജയിച്ചത്. നിയമസഭാ മണ്ഡലം ചടയമംഗലമാണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം അല്ലെ. നാളെ ഇലക്ഷൻ, വയനാട്ടിലൊക്കെ നാളെ ഇലക്ഷൻ, ചേലക്കര വയനാട്. യെസ്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബിന്ദു ആണ്. മണ്ഡലം ഇരിങ്ങാലക്കുട എന്ന് പഠിച്ചു വെക്കാം. ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി വീണ ജോർജ് എന്ന് പഠിച്ചു വെക്കാം. യെസ്. മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി ചിഞ്ചുറാണി, ചടയമംഗലത്താണ് എന്ന പോയിന്റും ഓർത്തു വെക്കാം. വനിതകളെ എടുത്തു പഠിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, യെസ്, ഇതൊക്കെ അറിയാം അല്ലെ, ഇതെല്ലാം അറിയുന്നതാണ്. കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി, കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നപൂർണ ദേവി. ഓക്കെ, വനിതാ ശിശു അന്നം കേട്ടോ, അന്നപൂർണ ദേവി എന്ന് പഠിച്ചു വെക്കാം. കേന്ദ്ര ധനകാര്യം കോർപ്പറേറ്റ് കാര്യം വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനകാര്യമന്ത്രി കേന്ദ്രത്തിൽ ഒരുപാട് നാളായിട്ട് അറിയുന്നതാണ് നിർമ്മല സീതാരാമൻ അല്ലെ. ഇനി കേന്ദ്ര ആരോഗ്യം കുടുംബക്ഷേമം, കുടുംബത്തിൽ 2 ക്ഷേമം ഉണ്ടാവട്ടെ അല്ലെ. രാസവളങ്ങൾ, ഇതിന്റെയൊക്കെ സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ആരോഗ്യം കുടുംബക്ഷേമം രാസവളങ്ങൾ ഇതിന്റെയൊക്കെ സഹമന്ത്രിയാണ് കേട്ടോ, സഹമന്ത്രിയാണ് അനുപ്രിയ പട്ടേൽ എന്ന് പഠിച്ചു വെക്കാം. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തൊഴിൽ വകുപ്പ് സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി ശോഭ കരന്തലജെ എന്ന് നോട്ട് ചെയ്തു കേട്ടോ, ശോഭ കരന്തലജെ. സഹമന്ത്രിമാരാണ്, വനിതകളാണ്, ആയതുകൊണ്ട് എടുത്ത് പഠിക്കുന്നു എന്ന് മാത്രം. അപ്പൊ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നപൂർണ ദേവി. അത് ഇമ്പോർട്ടന്റ് ആണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ്, സഹമന്ത്രിയല്ല, വകുപ്പ് മന്ത്രിയാണ്.
അന്നപൂർണ ദേവി. എസ് പുതുതായിട്ട് വന്നതാണ്, പഠിക്കുക. ധനകാര്യം കോർപ്പറേറ്റ് കാര്യം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് നിർമ്മല സീതാരാമൻ. പിന്നെ സഹമന്ത്രിമാരാണ് ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം, അതിന്റെ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, തൊഴിൽ വകുപ്പ്, ഇതിന്റെ സഹമന്ത്രി ശോഭ കരന്തലജെ എന്നും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, വനിതകൾ, വനിതാ പ്രാതിനിധ്യം. ഇനി കേന്ദ്ര യുവജന ക്ഷേമം കായിക വകുപ്പ് സഹമന്ത്രി. കേന്ദ്ര യുവജന ക്ഷേമം കായിക വകുപ്പ് സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി രക്ഷാ നിഖിൽ ഗഡ്സെ. കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് സഹമന്ത്രി, വനിതാ ശിശുക്ഷേമം മെയിൻ മന്ത്രി അന്നപൂർണ ദേവി വനിതയാണ്. സഹമന്ത്രിയും വനിതയാണ്, ശ്രീമതി സാവിത്രി താക്കൂർ. സാവിത്രി താക്കൂർ എന്ന് വിളിച്ചു. കേന്ദ്ര യുവജനക്ഷേമം കായിക വകുപ്പ് സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി രക്ഷാ നിഖിൽ ഗഡ്സെ എന്ന് വിളിച്ചു വെക്കാം. കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശ്രീമതി സാവിത്രി താക്കൂർ എന്നും പഠിച്ചു വെക്കാം. സാവിത്രി താക്കൂർ എന്നും പഠിച്ചു വെക്കാം. അപ്പൊ കേന്ദ്ര യുവജനക്ഷേമം കായിക വകുപ്പ് സഹമന്ത്രി ശ്രീമതി രക്ഷാ നിഖിൽ ഗഡ്സെ. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി നമ്മൾ ഇവിടെ പഠിച്ചു, ശ്രീമതി അന്നപൂർണ ദേവി അല്ലെ. അതിന്റെ സഹമന്ത്രിയും ആര് തന്നെയാണ്, വനിത തന്നെയാണ്. ആരാണ്? എസ്, ശ്രീമതി സാവിത്രി താക്കൂർ എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. സാവിത്രി താക്കൂർ എന്ന് പഠിച്ചു വെക്കാം. ഇനി കേന്ദ്ര ഉപഭോക്തകാര്യ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സഹമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി നിമുബെൻ ബംഗാനിയ എന്ന് നോട്ട് ചെയ്ത് നോക്കാം. ബംബാനിയ കേട്ടോ. കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സഹമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി നിമുബെൻ ബംബാനിയ എന്ന് നോട്ട് ചെയ്ത് നോക്കാം. സഹമന്ത്രിമാര് കുറെ വനിതകൾ ഉണ്ടല്ലോ അപ്പോ അല്ലെ. അപ്പൊ കേന്ദ്ര യുവജനക്ഷേമം കായിക വകുപ്പ് സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷാ നിഖിൽ ഗഡ്സെ എന്ന് പഠിച്ചു വെക്കാം. കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി സാവിത്രി താക്കൂർ എന്ന് പഠിച്ചു വെക്കാം. കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി നിമുബിൻ ബംബാനിയ എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്, നിമുബിൻ ബംബാനിയ. യെസ്, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറയാം കേട്ടോ. ഓക്കെ, എത്രാമത്തെ രാഷ്ട്രപതിയാണ് നമ്മുടെ ദ്രൗപദി മുർമു വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ്രൗപദി മുർമു രാഷ്ട്രപതിയായിട്ട് വന്നത് എത്രാമത്തെ രാഷ്ട്രപതിയായിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ 15ാം രാഷ്ട്രപതിയാണ് അല്ലെ. സെബിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് മാധവി പുരി ബച്ച് എന്ന് പഠിച്ചു വെക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷൻ കഴിഞ്ഞാൽ എ ജി ഒലീന എന്ന് പഠിച്ചു വെക്കാം. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലിക സാരാഭായ് എന്ന് പഠിച്ചു വെക്കാം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിതനാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറായി വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഫാത്തിമ വസീം എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഫാത്തിമ വസീം എന്ന് നോട്ട് ചെയ്തു വെക്കാം. യെസ്, ഇനി സിയാച്ചിനിൽ വിന്യസിക്കപ്പെട്ട ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയാച്ചിനിൽ വിന്യസിക്കപ്പെട്ട ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗർ എന്ന് പഠിച്ചു വെക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാലയിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവ ചൗഹാൻ എന്ന് പഠിച്ചു വെക്കാം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അല്ലെ. ആർ ബിന്ദു ഏത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വ്യക്തിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാന്ന് പഠിച്ചു വെക്കാം. ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് വീണ ജോർജ് എന്ന് പഠിച്ചു വെക്കാം. ആറന്മുള മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മന്ത്രിയാണ് എന്ന് പഠിച്ചു വെക്കാം. മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി എന്ന് പഠിച്ചു വെക്കാം. മണ്ഡലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചടയമംഗലം എന്ന പോയിന്റ് പഠിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ യുവജനക്ഷേമം കായിക വകുപ്പ് സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ രക്ഷ
നിഖിൽ ഗാഡ്സെ എന്ന് പഠിച്ചു വെക്കാം. കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി, മെയിൻ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, അതാരാ? വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നപൂർണ ദേവി എന്ന പോയിന്റും അവിടെ ഓർത്ത് വെക്കാം അല്ലെ. അന്നപൂർണ ദേവി എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിത. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ചു. ആരാണ് ആ വനിത? 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശ്വേത കെ സുഗതൻ എന്ന് പഠിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിത ശ്വേത കെ സുഗതൻ എന്ന് നോട്ട് ചെയ്തു. ആരാണ്? ശ്വേത കെ സുഗതൻ എന്ന് പഠിച്ചു. തൃശൂർ ചാലക്കുടി സ്വദേശിയായ IPS ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ എന്ന് നോട്ട് ചെയ്തു. ഡൽഹി പോലീസിനെ ഇവിടെ ഒന്നല്ല, റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്യം തന്നെ എന്താണ് ഉറ്റുനോക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിത തൃശൂർ ചാലക്കുടി സ്വദേശിയാണ് ശ്വേത കെ സുഗതൻ. അഭിമാനമല്ലേ നമുക്ക്? റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച ആദ്യ വനിത കിരൺ ബേദി. 1975 ഡൽഹി പോലീസിനെ ഒരു വനിത നയിക്കുന്നത്. കിരൺ ബേദി 1975. രാജ്യത്തെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയായ കിരൺ ബേദി 5 പതിറ്റാണ്ട് മുമ്പ് അന്നത്തെ രാജ്പഥിൽ കിരൺ ബേദി കുറിച്ച് ചരിത്രമാണ് ഇക്കുറി കർത്തവ്യപഥിൽ ശ്വേതക്ക് വഴിമാറുന്നത്. കേട്ടോ? യെസ്, ഡൽഹി പോലീസിനെ നയിക്കാൻ മലയാളി. രാജ്യത്തെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് കിരൺ ബേദി. 5 പതിറ്റാണ്ട് മുമ്പ് 1975 അല്ലെ, 5 പതിറ്റാണ്ട് മുമ്പ് അന്നത്തെ രാജ്പഥിൽ കിരൺ ബേദി കുറിച്ച് ചരിത്രമാണ് ഇക്കുറി മലയാളിയായ തൃശൂർ സ്വദേശിയായ ചാലക്കുടി സ്വദേശിയായ നമ്മുടെ ശ്വേത കെ സുഗതൻ തിരുത്തുന്നത്. ഓക്കെ, യെസ്. അപ്പോ അത് പഠിച്ച് വെക്കാം കേട്ടോ. അപ്പൊ 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശ്വേത കെ സുഗതൻ എന്ന പോയിന്റ് അവിടെ നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ആരാന്നറിയാമോ? വനിതകളാണ് ഇന്നത്തെ വിഷയം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ആരാന്നറിയാമോ? കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ എന്ന് വിളിച്ചു. നിത ഷഹീർ കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ ആണ്. കൊണ്ടോട്ടി നീറാട് വാർഡ് കൗൺസിലാണ് 26-ാം വയസ്സിൽ നഗരസഭ അധ്യക്ഷ ആയത്. ഓക്കെ, 26-ാം വയസ്സിൽ നഗരസഭ ചെയർപേഴ്സൺ ആവുന്നു നിത ഷഹീർ. അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത ഷഹീർ. കൊണ്ടോട്ടി നഗരസഭ ചെയർപേഴ്സൺ ആയിട്ടാണ് വരുന്നത്. കൊണ്ടോട്ടി നീറാട് വാർഡ് കൗൺസിൽ ആയിട്ടാണ് 26-ാം വയസ്സിൽ നഗരസഭ അധ്യക്ഷ ആയത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും നമ്മുടെ നാട്ടിലാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ പഠിച്ചു വെക്കാം, നിത ഷഹീർ കൊണ്ടോട്ടി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രനാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം നിഖിത ജോബി. ഒരു മണികണ്ഠനെയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു, ഇത് മാറി കേട്ടോ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം വനിതയാണ് നിഖിത ജോബി എന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ആരാണ്? നിത ഷഹീർ. എവിടെയാണ്, ഏത് നഗരസഭയിൽ നിന്നാണ് ചെയർപേഴ്സൺ ആവുന്നത്? കൊണ്ടോട്ടി നഗരസഭയിൽ നിന്ന്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരം മേയർ അല്ലെ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം നിഖിത ജോബി കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നിഖിത ജോബി ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം ആരാണ്? നിഖിത ജോബി എന്നും പഠിച്ചു.
ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യയുടെ പ്രാതിനിധ്യമാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തതെങ്കിൽ വനിതകളുടെ പ്രാതിനിധ്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ട് ഏരിയയും നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എടുത്തത്. നാളെ നമ്മളെ തിരിച്ച് മന്ത്ലി കറണ്ട് അഫയേഴ്സിലേക്ക് തന്നെ പോകും കേട്ടോ. നമ്മൾ ജനുവരിയും ഫെബ്രുവരിയും പഠിച്ചിരുന്നു. നാളെ നമ്മളെ 2024 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സിലേക്ക് നമ്മൾ തിരിച്ചു പോകുകയെ കേട്ടോ. യെസ്, നമ്മുടെ LGS കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം എല്ലാം കഴിഞ്ഞു. റിവിഷനും അഡീഷണൽ കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10th പ്രിലിംസ് ഫസ്റ്റ് ഫേസ് ഡിസംബർ 28 അതിനു മുന്നേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മാസം നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു തീർക്കും. അടുത്ത മാസം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകളും നമ്മൾ കവർ ചെയ്യും കേട്ടോ. ആ രൂപത്തിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ആരാണ്? നിത ഷഹീറാണ്. കൊണ്ടോട്ടി നഗരസഭയാണ്. ആര്യ രാജേന്ദ്രനെയും നികിത ജോബിയും. ആര്യ രാജേന്ദ്രനെ ചിലപ്പോൾ ചോദിച്ചേക്കില്ല, കാരണം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നികിത ജോബിനെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം. അത് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ ആര്യ രാജേന്ദ്രൻ നമ്മുടെ ബസ് വിവാദത്തിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു ചോദ്യം വെറുതെ, ഇനി ഒരു ചോദ്യം ഇപ്പൊ തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം ചോദിച്ചേക്കാം, നികിത ജോബി. ഇനി മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ പോലീസ് ഡയറക്ടർ ജനറൽ. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ പോലീസ് ഡയറക്ടർ ജനറൽ രശ്മി ശുക്ല. 2024 ജനുവരിയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതയായത്. നമ്മുടെ സംസ്ഥാനത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനിതാ, മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ പോലീസ് ഡയറക്ടർ ജനറൽ രശ്മി ശുക്ല. അത് പഠിച്ചു കഴിഞ്ഞു. 2024 ജനുവരിയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജനുവരിയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ശ്രീകല എന്ന് പഠിച്ചു. എസ് ശ്രീകല. ഇനി ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് ആര്? എസ് ശ്രീകല. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയാകുന്ന ആദ്യത്തെ വനിതയാണ് ആര്? നമ്മുടെ ശ്രീകല എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. അപ്പൊ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ പോലീസ് ഡയറക്ടർ ജനറൽ ആരാണ്? രശ്മി ശുക്ല. 2024 ജനുവരിയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതയായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ശ്രീകല. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് എന്ന പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നിലവിൽ വന്നത് 1974 സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നിലവിൽ വന്നത് 1974 എന്ന പോയിന്റ് കൂടി അവിടെ പഠിച്ചു. ഓക്കെ, 1974 സ്ഥാപിതമായ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ചെയർപേഴ്സൺ ആവുന്ന ആദ്യത്തെ വനിതയാണ് എസ് ശ്രീകല. ഇനി മഹാരാഷ്ട്രയിൽ ആദ്യത്തെ വനിതാ പോലീസ് ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രശ്മി ശുക്ല എന്ന പോയിന്റും അവിടെ പഠിച്ച് വെക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഓക്കെ അല്ലേ? റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതാ ശ്വേത കെ. തൃശൂർ ചാലക്കുടി സ്വദേശിയാണ്. കിരൺ ബേദിയുടെ റെക്കോർഡ് തകർത്തു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ കൊണ്ടോട്ടിയിൽ നിന്നുള്ള നഗരസഭാ ചെയർമാൻ ആരാണ്? നിത ഷഹീർ. കൊണ്ടോട്ടി നഗരസഭാ ചെയർമാനാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ. ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം നികിത ജോബി എന്നും പഠിച്ചു വെക്കാം. പിന്നെ മഹാരാഷ്ട്രയിലെ വനിതാ പോലീസ് ഡയറക്ടർ ജനറൽ രശ്മി ശുക്ല നമ്മൾ പഠിച്ചു. ഇനി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആവുന്ന ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? എസ് ശ്രീകലയാണ് എന്ന പോയിന്റും അവിടെ പഠിച്ചു വെക്കാം. സെറ്റ്. ഇനി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ നിലവിലെ MD ആരാണ്? വനിതയാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ നിലവിലെ MD. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ നിലവിലെ MD ആരാണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ നിലവിലെ ദിവ്യ എസ് അയ്യർ എന്ന് പഠിച്ചു. ദിവ്യ എസ് അയ്യർ കേട്ടോ. ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ നിലവിലെ MD ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവ്യ എസ് അയ്യർ എന്ന് പഠിച്ചു. ദൂരദർശനിലെ ആദ്യത്തെ മലയാളം വനിതാ ന്യൂസ് റീഡർ. ദൂരദർശനിലെ ആദ്യത്തെ മലയാളം വനിതാ ന്യൂസ് റീഡർ. ദൂരദർശൻ എന്ന് പറയുമ്പോൾ തന്നെ നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്നുണ്ടോ?
അപ്പൊ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ നിലവിലെ MD ആണ് ദിവ്യ എസ് അയ്യർ. ദൂരദർശനിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹേമലത എന്നതിനോട് ചോദിച്ചു. ഓക്കെ, ദൂരദർശനിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേമലത എന്നതിനോട് ചെയ്തു. 2024 ജനുവരിയിലാണ് ഹേമലത വിരമിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദൂരദർശനിലെ ആദ്യത്തെ മലയാളം ന്യൂസ് റീഡർ. യെസ്, ഇത് വനിതാ ന്യൂസ് റീഡർ ആണ് പറഞ്ഞത് ഹേമലത. മലയാളം ന്യൂസ് റീഡർ GR കണ്ണൻ. GR കണ്ണൻ ആണ് ദൂരദർശനിലെ ആദ്യത്തെ മലയാളം ന്യൂസ് റീഡർ കേട്ടോ, അതും ഓർത്തു വെക്കണേ. അപ്പൊ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ നിലവിലെ MD ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവ്യ എസ് അയ്യർ. ആരാണ്? ദിവ്യ എസ് അയ്യർ. ദൂരദർശനിൽ ആദ്യമായി വാർത്ത വായിച്ച മലയാളി ആരാണ്? GR കണ്ണനാണെങ്കിൽ വനിതാ ന്യൂസ് റീഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേമലത. ഈ ഹേമലത 2024 വിരമിച്ചത് കൊണ്ട് അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കാം. 2024 വനിതാ പ്രീമിയർ ലീഗിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. വുമൺ IPL പോലത്തെ വുമൺ IPL കേട്ടോ. IPL എന്ന് കേൾക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഉണ്ടല്ലോ, അത് വുമൻസിന്റെ കേട്ടോ. വുമൻസിന്റെ IPL വനിതാ പ്രീമിയർ ലീഗിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാ ശോഭന. തിരുവനന്തപുരം സ്വദേശിയാണ് ആശാ ശോഭന. ആശാ ശോഭന എന്ന് പഠിച്ചു വെക്കാം. മലയാളി ലെഗ് സ്പിന്നർ ബൗളർ ആണ് ആശാ ശോഭന. മത്സരിക്കുന്ന ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ, അതായത് കാലാവസ്ഥക്കനുസരിച്ച് ക്രിക്കറ്റ് പിച്ചിന്റെ സ്വഭാവം മാറ്റുന്ന ഡ്യൂട്ടി ഉള്ള അതിന്റെ ഉടമസ്ഥ ചുമതലയുള്ള ആരാണ്? ക്യൂറേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് ജസീന്ത കല്യാൺ എന്ന് നമ്മൾ ഈ അടുത്തപ്പോഴോ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പൊ 2024 വനിതാ പ്രീമിയർ ലീഗിൽ 5 വിക്കറ്റ് നേടുന്ന താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാ ശോഭന. അത് അവിടെ അങ്ങനെ പഠിച്ചില്ലെങ്കിലും മലയാളിയായ ലെഗ് സ്പിന്നർ, തിരുവനന്തപുരം സ്വദേശിയായ മലയാളിയായ ക്രിക്കറ്റ് ടീമിലുള്ള ലെഗ് സ്പിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാ ശോഭന എന്ന് പഠിച്ചു. മത്സരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസീന്ത കല്യാൺ എന്നതിനോട് ചെയ്തു. ആരാണ്? ജസീന്ത കല്യാൺ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ജസീന്ത കല്യാൺ കേട്ടോ. ജസീന്ത കല്യാൺ എന്നതിനോട് ചെയ്തു നോക്കാം. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിന് വേണ്ടിയാണ് ജസീന്ത കല്യാൺ ബാംഗ്ലൂരിലെ പിച്ച് ഒരുക്കിയത്. യെസ്, അതൊന്നും വേണമെന്നില്ല. ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്റർ കാലാവസ്ഥയും മണ്ണും നിരീക്ഷിച്ചുകൊണ്ട് ICCയുടെ മാനദണ്ഡങ്ങൾ അനുസൃതമായി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പിച്ച് പരിപാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പിച്ച് ക്യൂറേറ്റർ എന്ന പോയിന്റ് പുറത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ആശാ ശോഭന നമ്മുടെ തിരുവനന്തപുരം സ്വദേശിയായ ക്രിക്കറ്റ് പ്ലെയർ ആണ് എന്നുള്ളത് മിനിമം മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസീന്ത കല്യാൺ ആണ് എന്ന പോയിന്റും പഠിച്ച് വെക്കാം കേട്ടോ. ജസീന്ത കല്യാൺ ആണ് എന്ന പോയിന്റും പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ അതും കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. ഞാനൊരു 5 ചോദ്യം ചോദിക്കട്ടെ. ഒരു 5 ചോദ്യം ഞാൻ ചോദിക്കട്ടെ. 5-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്കൊന്ന് സ്വയം പരിശോധിച്ച് നോക്കാം. ഓക്കെ, ചോദിക്കട്ടെ. ഓക്കെ, ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, സെബിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെബിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, മാധവി പുരി ബച്ച് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അല്ലെ. മാധവി പുരി ബച്ച് എന്ന് നമുക്ക് കാണാം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ.
പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ ഏത് നഗരസഭയിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്? ഏത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മുനിസിപ്പൽ ചെയർമാൻ ആയിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊണ്ടോട്ടിയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, കൊണ്ടോട്ടിയാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. 2 തവണ ഡൽഹി പോലീസിനെ നയിച്ച വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തവണ ഡൽഹി പോലീസിനെ നയിച്ച വനിത ആരാണ്? യെസ്, ഏത് സ്വദേശിയാണ്? ശ്വേത കെ സുഗതനാണ് അല്ലെ? ശ്വേത കെ സുഗതനാണ്. യെസ്, ശ്വേത കെ സുഗതൻ ആണ്. ചാലക്കുടി സ്വദേശിയാണ്, തൃശൂർ ചാലക്കുടി സ്വദേശിയാണ് എന്ന പോയിന്റ് നമുക്ക് അറിയാം. നമുക്ക് ഇനി നമ്മുടെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആരാണ്? അന്നപൂർണ ദേവി എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. അന്നപൂർണ ദേവി എന്ന് നോട്ട് ചെയ്തു വെക്കാം. യെസ്, അപ്പൊ മാധവിപുരി ബച്ചും ആര്യ രാജേന്ദ്രനെയും കൊണ്ടോട്ടിയും ശ്വേത കെ സുഗതനും അന്നപൂർണ ദേവിയും 5ൽ എത്ര മാർക്ക് കിട്ടി? കമന്റ് ചെയ്തേ. 5ൽ എത്ര മാർക്ക് കിട്ടി? ഓർമ്മശക്തി ടെസ്റ്റിംഗ് കളിയിൽ. യെസ്, ഓക്കെ, 5ൽ 5 കിട്ടിയാ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ 10th പ്രിലിംസ് ഇപ്പോ ആദ്യമായിട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തില്ല, കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ജനുവരിയും ഫെബ്രുവരിയും നമ്മൾ എടുത്തു. ഇത് നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ ഉണ്ടാവും. പിന്നെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ വനിതാ പ്രാതിനിധ്യം, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രാതിനിധ്യം, ഇവിടെ ആഡ് ചെയ്ത ആദിത്യ L1, അതുപോലെ തന്നെ കേരള ബജറ്റ്, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തില്ല. ഇത്തരം ക്ലാസ്സുകളൊക്കെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഫോൾഡറിലും കറണ്ട് അഫയേഴ്സിന്റെ ഫോൾഡറിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഒന്നും പറയാനായിട്ടില്ല സോണിയ ടോമി, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. യെസ്, അത് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കിടക്കുന്നുണ്ട്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് അങ്ങനെയും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഈ മാസം നമ്മൾ കവർ ചെയ്യും. ഹോട്ട് ടോപ്പിക്സ് ഇടയിലിടയിൽ പോകുന്നുണ്ട്. പിന്നെ അടുത്ത മാസം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കവർ ചെയ്യും കേട്ടോ. യെസ്, ചുമ്മാ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ സിവിൽ ജഡ്ജി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം ഇനിയുണ്ട്, കുറേ സമയം. യെസ്, അപ്പൊ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ സിവിൽ ജഡ്ജിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ സിവിൽ ജഡ്ജി ആരാണ്? ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ സിവിൽ ജഡ്ജി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീപതി എന്നുള്ളതാണ് ആളുടെ പേര് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ശ്രീപതി. അപ്പൊ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ സിവിൽ ജഡ്ജി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീപതി എന്ന് വിളിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ്, തമിഴ്നാട് സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസിലാണ് നിയമിതയായത് എന്നുകൂടി അവിടേക്ക് കൂട്ടിച്ചേർത്ത് വെക്കാം നമ്മൾ കേട്ടോ. അപ്പൊ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ സിവിൽ ജഡ്ജി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീപതി എന്ന് വിളിച്ചു വെക്കാം. തമിഴ്നാട് സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസിലാണ് നിയമിതയായത് എന്ന പോയിന്റ് അവിടെ പഠിച്ച് വെക്കാം കേട്ടോ. ഇനി 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? വനിതയാണ്. ആനി ജോർജ് മാത്യു എന്ന് നോട്ട് ചെയ്തു. ആനി ജോർജ് മാത്യു കേട്ടോ. ആനി ജോർജ് മാത്യു എന്ന് നോട്ട് ചെയ്തു. അപ്പോ ഗോത്ര, ഒരു മിനിറ്റ്, യെസ്, ആനി ജോർജ് മാത്യു എന്ന് നോട്ട് ചെയ്തു വെക്കണേ. യെസ്, അപ്പോ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ മെഡിക്കൽ സിവിൽ ജഡ്ജി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീപതി എന്ന് പഠിച്ചു വെക്കാം. തമിഴ്നാട് സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസിലാണ് നിയമിതയായത് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ജോർജ് മാത്യു എന്ന പോയിന്റും പഠിച്ചു വെക്കാം കേട്ടോ. 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ജോർജ് മാത്യു എന്ന് പഠിച്ചു വെക്കാം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരി, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ അംഗമായ മലയാളി വനിതയാണ് നമ്മൾ പഠിച്ചത്, ആനി ജോർജ് മാത്യു കേട്ടോ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമോ?
ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രൊഫസർ കെ ഗീതാകുമാരി എന്ന് വിളിച്ചു. പ്രൊഫസർ കെ ഗീതാകുമാരി കേട്ടോ. അപ്പൊ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ സിവിൽ ജഡ്ജി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീപതി. തമിഴ്നാട് സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസിലാണ് നിയമിതയായത് എന്ന് വിളിച്ചു നോക്കാം. 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ കെ ഗീതാകുമാരി എന്ന് നോട്ട് ചെയ്തു. പ്രൊഫസർ കെ ഗീതാകുമാരി എന്ന് വിളിച്ചു. ഓക്കെ ഓക്കെ ആണോ? യെസ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഇമ്പോർട്ടന്റ് ആണ് പ്രൊഫസർ കെ ഗീതാകുമാരി. ആനി ജോർജ് മാത്യുവിനെയും ഒന്ന് വിളിച്ചു നോക്കാം കേട്ടോ. 16ാം ധനകാര്യ കമ്മീഷന്റെ ഉപദേശക സമിതി കൺവീനർ വലിയ ഇമ്പോർട്ടന്റ് അല്ല, പൂനം ഗുപ്ത, വായിച്ചു പോയാൽ മതി. ഉപദേശക സമിതിയിലെ അംഗങ്ങൾ ശ്രീ ഡി കെ ശ്രീവാസ്തവ, നീൽകാന്ത് മിശ്ര, പ്രഞ്ജുൽ ഭണ്ഡാരി, രാഹുൽ ബജോരിയ. ഒന്നും തലേ കയറ്റണ്ട, വായിച്ചു പോയാൽ മതി, പോട്ടെ, ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ. പരീക്ഷ പേ ചർച്ച എന്നതിൽ അവതാരികയായ ആദ്യ മലയാളി വിദ്യാർത്ഥിനി ആരാണ്? മേഘ്ന എൻ നാഥ്. പരീക്ഷാ പേ ചർച്ച എന്നതിൽ അവതാരികയായ ആദ്യത്തെ മലയാളി വിദ്യാർത്ഥിനി ആണ്. കോഴിക്കോട് ഈസ്റ്റ് കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ്. എന്താണ് ഈ പരീക്ഷാ പേ ചർച്ച? അതാണ് ആദ്യം വരേണ്ടത് അല്ലെ. ഇന്ത്യയിലെ ബോർഡ് എക്സാമുകളും എൻട്രൻസ് എക്സാമുകളും എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരുമായിട്ടുള്ള ഒരു സംവാദ പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇന്ത്യയിലെ ബോർഡ് എക്സാമുകളും ഈ പറയുന്ന എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കടക്കം അല്ലെ മാനസിക സമ്മർദ്ദമുണ്ട്. പരീക്ഷ എഴുതുന്ന സമയത്ത് PSC പരീക്ഷ എഴുതുന്നവരും മാനസിക സമ്മർദ്ദമുണ്ട് അല്ലെ. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമായിട്ട് നടത്തുന്ന സംവാദ പരിപാടിയുടെ പേരാണ് പരീക്ഷാ പേ ചർച്ച എന്ന് നോട്ട് ചെയ്തു നോക്കാം. പരീക്ഷാ പേ ചർച്ചയിൽ അവതാരികയായ ആദ്യ മലയാളി വിദ്യാർത്ഥിനി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഘ്ന എൻ നാഥ് എന്ന് പഠിച്ചു നോക്കാം. എന്താണ്? ആരാണ്? മേഘ്ന എൻ നാഥ് എന്ന് പഠിച്ചു നോക്കാം. മേഘ്ന എൻ നാഥ് പരീക്ഷാ പേ ചർച്ചയിൽ അവതാരികയായ ആദ്യ മലയാളി വിദ്യാർത്ഥിനി. അതിൽ കോഴിക്കോട് സ്വദേശി ഈസ്റ്റ് കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോയിന്റ് കേട്ടോ. ഓക്കെ, അത് പഠിച്ചു നോക്കാം. പരീക്ഷാ പേ ചർച്ച ആരംഭിച്ചത് 2018 എന്നും ഓർത്തു വെക്കാം. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭിന്നശേഷി വിഭാഗത്തിന്റെ ദേശീയ ഐക്കണായി തെരഞ്ഞെടുത്തത് ആരെയാണെന്നറിയാമോ? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭിന്നശേഷി വിഭാഗത്തിന്റെ ദേശീയ ഐക്കൺ ആയി തെരഞ്ഞെടുത്തത് ശീതൽ ദേവി. പാരാ അമ്പെയ്ത്ത് താരമാണ്. പാരാ അമ്പെയ്ത്ത് താരമായ, അതായത് പാരാപ്ലീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിയില്ല കേട്ടോ. പാരാ അമ്പെയ്ത്ത് താരമായ ശീതൽ ദേവിയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭിന്നശേഷി വിഭാഗത്തിന്റെ ദേശീയ ഐക്കൺ ആയി തെരഞ്ഞെടുത്തത്. ഭിന്നശേഷി വിഭാഗത്തിന്റെ ദേശീയ ഐക്കണായി തെരഞ്ഞെടുത്തത് ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശീതൽ ദേവിയാണെന്ന് പഠിച്ചു വെക്കാം. പാരാ അമ്പെയ്ത്ത് താരമാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ശീതൽ ദേവി. 2022 ഏഷ്യൻ പാരാ ഗെയിംസിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ശീതൽ ദേവി. 2022 ഏഷ്യൻ പാരാ ഗെയിംസിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ശീതൽ ദേവി. ഓക്കെ. ഇനി എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം. ഇപ്പൊ പലയിടത്തും അമ്മയുടെ പേര് ചോദിക്കുന്നുണ്ട് അല്ലെ. ഇന്നലെ ഞാൻ കൊച്ചി മെട്രോയുടെ ഒരു കാർഡ് ഉണ്ട്, കൊച്ചി 1 എന്ന് പറയുന്ന മെട്രോ കാർഡ് ഉണ്ട്. അത് എടുക്കാൻ വേണ്ടി പോയ സമയത്തും അമ്മയുടെ പേര് ചോദിച്ചു. ഇപ്പൊ പലയിടത്തും ചോദിക്കുന്നുണ്ട് അല്ലെ. എന്നാൽ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ് എന്ന് വിളിച്ചു. മഹാരാഷ്ട്ര. അമ്മമാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ പറയുന്ന അമ്മയുടെ പേര് നിർബന്ധമാക്കുന്ന ഇത് കേട്ടോ. അമ്മമാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അമ്മയുടെ പേര് നിർബന്ധമാക്കിയത് എന്നുകൂടി പഠിച്ചു വെക്കാം. ഇവിടെ മഹാരാഷ്ട്ര. 2022 ഏഷ്യൻ പാരാ ഗെയിംസ് അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ശീതൽ ദേവി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭിന്നശേഷി വിഭാഗത്തിലെ ദേശീയ ഐക്കണായി തെരഞ്ഞെടുത്ത ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശീതൽ ദേവിയാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്, ആ പോയിന്റും അവിടെ പഠിച്ച് വെക്കാം കേട്ടോ.
അപ്പൊ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭിന്നശേഷി വിഭാഗത്തിന്റെ ദേശീയ ഐക്കണായി തെരഞ്ഞെടുത്ത ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശീതൽ ദേവി. ആരാണ് ശീതൽ ദേവി? പാരാ അമ്പെയ്ത്ത് താരമാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഓരോന്നിങ്ങനെ പഠിച്ചു പോകുന്നുണ്ടേ. കുറേ വനിതകളായി ഇന്ന്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണെങ്കിലും 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആനി ജോർജ് മാത്യു എന്ന് പഠിച്ചു വെക്കാം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ KK ഗീതാകുമാരി എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ പഠിക്കാം കേട്ടോ. ഇനി 16ാം ധനകാര്യ കമ്മീഷന്റെ ഉപദേശക സമിതി കൺവീനർ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ പൂനം ഗുപ്ത എന്ന് പഠിച്ചു വെക്കാം. യെസ്. ഈ പറയുന്ന പോയിന്റുകൾ പരീക്ഷാ പേ ചർച്ച. ഓക്കെ അല്ലേ? 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ മത്സരം കിരീടം നേടിയതാരാണ്? മിസ് ടീൻ, ടീനേജ് കേട്ടോ. മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയതാരാണ്? 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെസിയ മെച്ചോ, മലയാളിയായ കെസിയ മെച്ചോ എന്നോട് ചെയ്തു നോക്കാം. വെരി ഗുഡ് ഭാഗ്യശ്രീ, വെരി ഗുഡ്. കെസിയ മെച്ചോ ആണ് എന്ന് പഠിച്ചു നോക്കാം. മിസ് ടീൻ ഇന്റർനാഷണൽ മത്സരത്തിൽ കിരീടം നേടി. മാവേലിക്കര സ്വദേശിയാണ്, ആലപ്പുഴ മാവേലിക്കര സ്വദേശിയാണ് ആര്? കെസിയ മെച്ചോ എന്ന് പഠിച്ചു നോക്കാം. പേര് കേൾക്കുമ്പോ കെസിയ മെച്ചോ, കെസിയ മെച്ചോ, കെസിയ മെച്ചോ ഏത് രാജ്യകാരിയായിട്ടാ തോന്നുന്നത്? കെസിയ മെച്ചോ. കെസിയ മെച്ചോ ഒരു ലാറ്റിൻ അമേരിക്കൻ പേര് അല്ലേ? കെസിയ മെച്ചോ. പക്ഷെ മലയാളിയാണ്, മാവേലിക്കര സ്വദേശിയാണെന്ന് പഠിച്ചു നോക്കാം. ഇന്ത്യയിൽ കൗമാരക്കാർക്കായി വർഷം തോറും നടത്താറുള്ള സൗന്ദര്യ മത്സരമാണ് മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ. കൗമാരക്കാർക്കായിട്ട് നടത്തുന്ന മത്സരമാണ്. മത്സരങ്ങൾക്ക് വേദിയായത് ജയ്പൂരാണ് എന്ന് പഠിച്ചു വെക്കാം. കൗമാര സുന്ദരിയായി മാവേലിക്കരയുടെ കെസിയ മെച്ചോ എന്ന് നോട്ട് ചെയ്തു വെക്കാം. യെസ്, ജയ്പൂരിൽ വെച്ചാണ് മത്സരം നടന്നത്. കൗമാരക്കാർക്ക് വേണ്ടി വർഷം തോറും നടത്താറുള്ള സൗന്ദര്യ മത്സരമാണ് ഈ പറയുന്ന മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കേട്ടോ. യെസ്, കെസിയ മെച്ചോ എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, അതും ഓക്കെയാണ്. 2024 മാർച്ചിൽ നടന്ന ദിവ്യാസ്ത്രം എന്ന് പറയുന്ന മിഷന്റെ ഡയറക്ടർ ആരായിരുന്നു എന്നറിയാമോ? 2024 മാർച്ചിൽ നടന്ന ദിവ്യാസ്ത്രം മിഷൻ ഡയറക്ടർ ഷീന റാണി. ആരാണ്? ഷീന റാണിയാണ് എന്ന് പഠിച്ചു വെക്കാം. 2024 മാർച്ചിൽ നടന്ന ദിവ്യാസ്ത്രം എന്ന് പറയുന്ന മിഷന്റെ ഡയറക്ടർ ഷീന റാണി. തിരുവനന്തപുരം സ്വദേശിയാണ്. മിഷൻ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി ഷീന റാണിയെ വിശേഷിപ്പിച്ച ദിവ്യപുത്രി എന്നുള്ളതാണ് കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ ശേഷിയുള്ള ബഹുകുല ലക്ഷ്യ മിസൈലാണ് അഗ്നി 5. യെസ്, അഗ്നി 5ന്റെ നിർമ്മാതാക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, അത് DRDO ആണ് എന്ന് വിളിച്ചു കേട്ടോ. യെസ്, ഓക്കെ. അപ്പോ ദിവ്യപുത്രി എന്ന് മോദിജി വിശേഷിപ്പിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവ്യപുത്രി എന്ന് വിശേഷിപ്പിച്ചത് ഷീന റാണിയെയാണ് എന്ന് പഠിച്ചു വെക്കാം. തിരുവനന്തപുരം സ്വദേശിയായ ഷീന റാണിയാണ് ദിവ്യപുത്രി എന്ന് മോദിജി വിശേഷിപ്പിച്ചത് കേട്ടോ. യെസ്, ദിവ്യാസ്ത്രം എന്ന് പറയുന്ന മിഷന്റെ ഡയറക്ടർ ആയിരുന്നു ആര്? ഷീന റാണി എന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ ആ പോയിന്റ് കൂടി അവിടേക്ക് കൂട്ടിച്ചേർത്ത് വെക്കാം. ഓക്കെ, പോരെ? ഷീന റാണി, ദിവ്യപുത്രി കേട്ടോ, അതും കൂടി പഠിച്ച് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ പ്രാതിനിധ്യങ്ങളാണ് ഇന്നലെയും ഇന്നും ഡിസ്കസ് ചെയ്തത്. ഇന്നലെ നമ്മളെ ഇന്ത്യൻ പ്രാതിനിധ്യം മറ്റു രാജ്യങ്ങളിൽ നിന്നും, ഇന്ന് നമ്മുടെ വനിതാ പ്രാതിനിധ്യവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ പ്രാതിനിധ്യങ്ങൾ രണ്ടും ഇന്നലത്തെയും ഇന്നത്തെയും ക്ലാസ് പഠിച്ചിട്ട് വരും. നാളെ നമ്മൾ പരീക്ഷ നടത്തുമ്പോൾ 2 ക്ലാസ്സിനെ ബേസ് ചെയ്ത് പരീക്ഷ ഉണ്ടാവും കേട്ടോ. ക്ലാസ്സിൽ പരീക്ഷ നടത്തുമ്പോൾ 2 ക്ലാസ്സിനെ ബേസ് ചെയ്തുള്ള പരീക്ഷ ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് രാത്രി ആക്കിയാലോ പരീക്ഷ? ഇന്ന് രാത്രി നമ്മൾ ഒരു 10 മാർക്കോ 15 20 മാർക്കിന്റെ പരീക്ഷ രാത്രി മോക്ക് ടെസ്റ്റ് ആയിട്ട് നടത്തിയാലോ? പ്രാതിനിധ്യങ്ങള്, വനിതാ ഇന്ത്യൻ പ്രാതിനിധ്യങ്ങൾ ടോപ്പിക്കിൽ പരീക്ഷ. എന്നാ പിന്നെ നാളെ നമുക്ക് മാർച്ചിൽ കുറച്ചധികം സമയം കിട്ടുമല്ലോ. മാർച്ചിൽ ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമയം കളയണ്ട. അപ്പൊ രാത്രി ഫിക്സ്ഡ് കേട്ടോ, 9:30-ക്ക് രാത്രി പരീക്ഷയുണ്ട് ഇന്ന് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്നലെ ഇന്നും എടുത്ത ടോപ്പിക്ക് ഇന്ത്യൻ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, രാത്രി മോക്ക് ടെസ്റ്റ് കേട്ടോ. ആപ്പ് വഴിയുള്ള മോക്ക് ടെസ്റ്റ്. യെസ്, നാളെ നമ്മൾ മാർച്ചിലേക്ക് പോകും. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, അപ്പൊ ഉഷാറായിട്ട് പഠിച്ചു പോവുക, അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. LGS കാര് നമ്മൾ പഠിക്കേണ്ടതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
കഴിഞ്ഞ പരീക്ഷയിൽ 25-ൽ 22 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യെസ്, അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലാണ് കൂട്ടിച്ചേർക്കുന്നത്. നിങ്ങൾ പഠിച്ച് പച്ചവെള്ളമാക്കി റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നുള്ള ഒരു സൈഡിൽ കൂടെ കേട്ടോ. നമ്മളെ ഒരു റൗണ്ട് എടുത്ത് രണ്ടാമത്തെ റൗണ്ട് റിവിഷൻ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത ഫേസ് LGS പരീക്ഷ എഴുതുന്നവരാണ് ഞാൻ പറയുന്നത് കേട്ടോ. യെസ്, അപ്പൊ നിങ്ങളെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് മാത്രം പഠിച്ചിരിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമനങ്ങൾ, അവാർഡുകൾ, ആദിത്യ L1, ചന്ദ്രയാന്, പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്പോർട്സ് അവാർഡുകള്, നമ്മുടെ ലോകകപ്പ്, ഇങ്ങനെയുള്ള കുറെ ഫണ്ടമെന്റൽ LGS കോർ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ച് നിൽക്കുന്നുണ്ടല്ലോ. അത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. യെസ്, അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അധികമായിട്ട് കൂട്ടിച്ചേർക്കുകയും വേണം കേട്ടോ. അപ്പോ ആ രീതി പോവാ. 10th പ്രിലിംസ് കുറച്ചും കൂടെ റേഞ്ച് മാറ്റം ഉണ്ടാവും കേട്ടോ. കാരണം 10th പ്രിലിംസ് നോർമലി അങ്ങനെയാണ്, LGS ലെവലിനേക്കാളും കുറച്ച് ഒരു പടി മുകളിലായിരിക്കും. ആ രൂപത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പൊ കുറച്ചും കൂടി മാറ്റം വരുത്തിയത്. LGS കുറച്ചും കൂടെ താഴെ മതി കേട്ടോ. അപ്പൊ ഓരോ പരീക്ഷയ്ക്ക് അനുസരിച്ചുമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളുടെ ആ ഒരു ഓറിയന്റേഷൻ പോകുന്നത്. ഇനി നമ്മളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെയും കമ്പ്യൂട്ടറിന്റെയും കൂടെ മിക്സഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്, ഓക്കെ, കറണ്ട് അഫയേഴ്സിന്റെയും കമ്പ്യൂട്ടറിന്റെയും കൂടെ ഒരു കോർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ 2 ടോപ്പിക്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പോ നമ്മളെ മേ ബി ആഴ്ചയിൽ ഒരു ദിവസം ഡിഗ്രി ലെവൽ ടോപ്പിക്കുകൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ ക്ലാസ് മാറ്റും കേട്ടോ. അതിൽ നിങ്ങൾ 10th ലെവലുകാർ മെയിൻസിന് വേണ്ടി പഠിക്കുന്നവർ വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടിയും ഡീപ്പ് ആയിട്ടുള്ള പോയിന്റുകൾ, അതിൽ LGS വരണമെന്നില്ല, ആ ക്ലാസ്സിൽ LGS വരണമെന്നില്ല. കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ അങ്ങനെ കുറച്ച് റെയർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ISRO, സയൻസ് ആൻഡ് ടെക്നോളജി, അതിലൊക്കെ കുറച്ച് ഡീപ്പ് ഫാക്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസത്തെ ക്ലാസ് ഉണ്ടാവും. ബാക്കി ക്ലാസ്സുകളൊക്കെ ഈ പറയുന്ന പോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് നമുക്ക് പോകാം കേട്ടോ. ഓക്കെ, പിന്നെ IT നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ ക്ലാസ് ആയിട്ട് തുടങ്ങും. അങ്ങനെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാന്നുള്ള ഡേറ്റ് ആയിട്ടില്ല, ഡേറ്റ് ആവുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.